സ്വപ്നം. രചന ഫാത്തിമ ജന്ന. സമയം 6 മണി കഴിഞ്ഞെന്ന് അറിയിച്ചുകൊണ്ട് അലാറം വീണ്ടും അടിക്കാൻ തുടങ്ങി. എല്ലാ പ്രവാസികളെയും പോലെ അൻവറിനെ രാവിലെ വിളിച്ചുണർത്തുന്ന അലാറത്തിന്റെ ശബ്ദമാണ്. തന്റെ മനോഹരമായ സ്വപ്നത്തിന് തടസ്സം സൃഷ്ടിച്ച അലാറം എടുത്തെറിയാൻ തോന്നിയെങ്കിലും തന്റെ ജീവിതത്തിന്റെ ഭാഗമായ മൊബൈൽ എടുത്തെറിയാൻ മറ്റുള്ളവരെ പോലെ അവനും കഴിയില്ലായിരുന്നു. അവൻ ഇത്രത്തോളം ദേഷ്യം വരാൻ കാരണമുണ്ട്. അവന്റെ ജീവിതത്തിൽ അവൻ ആദ്യമായി സ്നേഹിച്ച അവന്റെ മാലാഖയെക്കുറിച്ചായിരുന്നു സ്വപ്നം. അത് മുഴുവൻ കാണാൻ സമ്മതിക്കാത്ത അലാറത്തോട് അവന് പിന്നെ ദേഷ്യം വരാണ്ടിരിക്കുകയോ. ഡ്യൂട്ടിക്ക് പോവേണ്ട സമയം അധികരിച്ചതിനാൽ അൻവർ വേഗം ഒരുങ്ങി. അവൻ്റെ ചിന്ത മുഴുവൻ അവളെക്കുറിച്ചായിരുന്നു. കാണണം അവളെ ഒരിക്കൽ കൂടി, തൻ്റെ അസ്നയെ. അവൻ്റെ മനസ്സ് വല്ലാതെ ആഗ്രഹിച്ചു അവളെ വീണ്ടും കാണാൻ. വണ്ടിയിലെ യാത്രക്കാരെ ഷോപ്പിംഗ് മാളിൽ ഇറക്കി അൻവർ പാർക്കിങ്ങിൽ കാത്തിരുന്നു. തനിച്ചിരിക്കുന്ന സമയങ്ങളാണല്ലോ ഓർമ്മകളെ താലോലിക്കുക. ആ സ്വപ്നം കണ്ടതിന് ശേഷം കിട്ടുന്ന എല്ലാ ഒഴിവ് സമയങ്ങളിലും അസ്ന മനസ്സിലേക്ക് ഓടിയെത്തും. അവളുടെ പുഞ്ചിരി, കണ്ണ്, സംസാരം. അവൾ ശരിക്കും ഒരു മൊഞ്ചത്തി തന്നെ ആയിരുന്നു. സ്കൂളും വരാന്തയും ക്ലാസ്സും കൂട്ടുകാരും അന്ന് ചെയ്തു കൂട്ടിയ ഓരോ കുസൃതികളും അൻവറിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അതിൽ ഏറ്റവും തെളിച്ചമുള്ള ചിത്രങ്ങൾ അസ്നയുടെയും റഷീദിൻ്റെയുമായിരുന്നു. റഷീദ് അൻവറിൻ്റെ കൂട്ടുകാരൻ, ക്ലാസ്സിലെ പഠിപ്പിസ്റ്റ്, അധ്യാപകരുടെ ഇഷ്ട വിദ്യാർത്ഥി, അത്യാവശ്യം സാമ്പത്തികവും. റഷീദിൻ്റെ ഇഷ്ടമറിയിക്കാനാണ് അൻവർ അസ്നയുടെ പിറകെ നടന്നത്. അവൾ മറുപടിയൊന്നും നൽകിയില്ലെങ്കിലും അവനെ ഏൽപ്പിച്ച ജോലി ചെയ്തുകൊണ്ട് അൻവറിന് വയറു നിറയെ പൊറോട്ടയും ബീഫ് ഫ്രൈയും കിട്ടി. ക്ലാസ്സിൽ മാത്രമല്ല സ്കൂളിൽ തന്നെ അൻവർ പ്രശസ്തനാണ്. എല്ലാവരും അവന് കൂട്ടുക. വല്ല പ്രശ്നമുണ്ടായി അധ്യാപകർ അവരെ പിടിച്ചാൽ മുന്നിലുണ്ടാവും അൻവർ. എന്നാൽ എല്ലാവരുടെയും ഇഷ്ട കൂട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെയാണ് റഷീദ് ഇങ്ങനൊരു ജോലി അവനെ ഏൽപ്പിച്ച്. റഷീദ് അവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പല പരിപാടികളും നടത്തി. അവളുടെ ഇഷ്ടം നേടാൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. റഷീദിന് വേണ്ടി അൻവർ അവിടെ പുറകെ നടന്നു. അൻവറിൻ്റെ സഹായങ്ങൾക്ക് റഷീദ് അവനെ വേണ്ട പോലെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ആ 3 വർഷത്തിനിടെ ഒരിക്കൽ പോലും അവന് ഇഷ്ടമാണെന്ന് അസ്ന പറഞ്ഞില്ല. അങ്ങനെ 10ാം ക്ലാസ്സിലെ സെൻഡ് ഓഫ് ദിവസം എല്ലാവരും ഓട്ടോഗ്രാഫ് കൊണ്ടും ഗിഫ്റ്റ് കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. ചിരിയുടെ മാലപ്പടക്കങ്ങൾ പൊട്ടിച്ചിതറുമ്പോഴും കണ്ണുകളിൽ ഈറനണിഞ്ഞത് കാണാം. അൻവർ മറ്റാരുടെ ഓട്ടോഗ്രാഫ് എഴുതുന്നതിനിടെ അസ്നാവിൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. അവൻ തല ഉയർത്തി നോക്കി. മറക്കല്ലേ, ഞാനുണ്ടാവും അവിടെ. ഇതും പറഞ്ഞ് അവൾ കൂട്ടുകാരികളുടെ അടുത്തേക്ക് പോയി. സെൻഡ് ഓഫ് പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പിരിയാൻ തുടങ്ങി. അസ്ന പറഞ്ഞ ആ സ്ഥലം ലക്ഷ്യമാക്കി അൻവർ നടന്നു. 8ാം ക്ലാസ്സിൻ്റെയും 9ാം ക്ലാസ്സിൻ്റെയും ബിൽഡിങ്ങുകൾക്കിടക്കുള്ള ഒഴിഞ്ഞ സ്ഥലം. അതിലൂടെ കഷ്ടിച്ച് ഒരാൾക്ക് നടന്നു പോവാം. അൻവറിനെ കാത്ത് അവൾ അവിടെ ഉണ്ടായിരുന്നു. കാത്തു നിന്ന് അവനെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. അവൻ അടുത്ത് നിന്നു. അസ്ന, എന്തിനാ നിന്നോട് വരാൻ പറഞ്ഞേ? എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? എന്താ എനിക്ക് എന്നോട് ഇത്ര രഹസ്യമായിട്ട് പറയാൻ? അവൻ്റെ ചോദ്യം കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. ഡി അസ്ന, പറ, എന്താ കാര്യം? റഷീന് വല്ലതും കൊടുക്കാനാണോ? ഞാൻ കൊടുക്കാം. ചുമ്മാ ഒന്നും കൊടുക്കില്ല, കൈക്കൂലി വേണം മോളെ. ഏയ്, അവന് കൊടുക്കാനൊന്നല്ല. പിന്നെ എനിക്ക് തരാനുള്ള നിനക്കാ. എനിക്കോ? അതെ, നിനക്ക് തന്നെ. ഓ, നിങ്ങളുടെ ബന്ധം ശരിയാക്കിനാണോ? മഞ്ചൊന്നും മതിയാവില്ല. 3 വർഷം കൊണ്ട് എൻ്റെ ചെരുപ്പൊക്കെ എത്ര തേഞ്ഞെന്നോ. ഡാ, നീ കണ്ണടക്കുമെന്ന്. എന്തിനാ? നീ ഒന്ന് കണ്ണടക്ക്, എന്നൊരു കൈകൾ നീട്ട്. അവൾ പറഞ്ഞത് അവനൊരു കുഞ്ഞിനെ പോലെ അനുസരിച്ചു. അവളുടെ കാച്ചി എണ്ണയുടെയും മുല്ലപ്പൂവിൻ്റെയും മണം അടുത്തേക്ക് വരുന്നതായി അവന് തോന്നി. അസ്ന, എന്ത് നീ കളിക്കുകയാണോ? വേഗം, അവരിൽ അവൾ എന്നെ തിരയുന്നുണ്ടാവും. നീ ഒന്ന് വേഗം. അവൻ പറഞ്ഞു മുഴുവനാക്കും മുന്നേ അസ്നയുടെ ചുണ്ടുകൾ അവൻ്റെ കവിളിൽ അമർന്നു. ആദ്യമായി ഒരു പെണ്ണിൻ്റെ ചുംബനം കിട്ടി അവൻ കണ്ണു തുറന്ന് വാ പൊളിച്ച് നിന്നു. അൻവർ, ഐ ലവ് യു. ഇനി എനിക്ക് പറയാനുള്ളത് ഇതിലുണ്ട്. അതും പറഞ്ഞൊരു ഡയറി അവൻ്റെ കയ്യിൽ കൊടുത്ത് അവൾ ഓടിപ്പോയി. അവളുടെ പാദസരത്തിൻ്റെ കിലുക്കം അകലുന്നവരെ അൻവർ വാ പൊളിച്ച് അവിടെ നിന്നു. അവൾ അവിടുന്ന് മറയുന്നവരെ എന്താണ് സംഭവിച്ചെന്ന് അവന് മനസ്സിലായില്ല. അവൻ ആ ഡയറി ബാഗിലിട്ട് വീട്ടിലേക്ക് പോയി. സാധാരണ വൈകിട്ട് കളിക്കാൻ പോകുന്ന അവന് ആ ഡയറി വീട്ടിൽ വെച്ച് പോകാനൊരു പേടി. അതിലെന്താണെന്നറിയാനൊരു ആകാംക്ഷ. ഉമ്മയും പെങ്ങളും കാണാതെ വായിക്കണം. പെങ്ങളെങ്ങാനും കണ്ടാൽ പെട്ടുപോയി. അവനതൊന്ന് വായിക്കാനുള്ള അവസരത്തിനായി കാത്തിരുന്നു. എല്ലാവരും ഉറങ്ങുന്നവരെ ആ കാത്തിരിപ്പ് തുടർന്നു. വായിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൻ പുസ്തകത്തിന് മുമ്പിലിരുന്ന് ബാഗ് നെഞ്ചോട് ചേർത്തു. ഇടയ്ക്കിടെ അവർ ഉറങ്ങിയെന്ന് നോക്കാൻ അൻവർ മറന്നില്ല. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ അൻവർ തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച ബാഗിൽ നിന്നും ഡയറി പുറത്തെടുത്തു. പേജുകൾ ഓരോന്നായി പതിയെ മറിക്കാൻ തുടങ്ങി. മനോഹരമായ എഴുത്ത്. അൻവറിനെ പരിചയപ്പെട്ടത് മുതലുള്ള ഓരോ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അവൻ പോലും മറന്നുപോയ കാര്യങ്ങൾ. റഷീദിന് വേണ്ടി അവളുടെ പുറകെ നടക്കുമ്പോൾ അവൾ ആസ്വദിക്കുകയായിരുന്നു. അൻവറിനോട് എനിക്ക് അവനെയല്ല ഇഷ്ടം, നിന്നെയാണെന്ന് പറയാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവൻ്റെ സാമീപ്യം നഷ്ടപ്പെടുമോ എന്ന ഭയം അവൾ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു.
റഷീദിന് വേണ്ടിയാണ് അവൻ സംസാരിക്കുന്നതെന്ന് അറിയാമെങ്കിലും അവൾക്കതെല്ലാം അവൻ തൻ്റെ ഇഷ്ടം അറിയിക്കുന്ന പോലെയാണ് അനുഭവപ്പെട്ടിരുന്നത്. കണക്ക് ഹോംവർക്ക് ചെയ്യാത്തിന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്, ഇംഗ്ലീഷ് ചോദ്യോത്തരങ്ങൾ പഠിക്കാഞ്ഞിട്ട് അടികിട്ടിയിരുന്നത്, ബയോളജി ക്ലാസ്സിൽ അനാവശ്യ സംശയങ്ങൾക്ക് വഴക്ക് കേട്ടത്, ഇതെല്ലാം അവനേക്കാളേറെ അവളെ വേദനിപ്പിച്ചു. ആ ഡയറി വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും 3 വർഷത്തെ സ്കൂൾ ജീവിതം അവൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നു. താൻ പോലും അറിയാതെ 3 വർഷം അവൾ തന്നെ പ്രണയിക്കുകയായിരുന്നുവെന്ന് അവന് വിശ്വസിക്കാനായില്ല. ഞാൻ ഇത്രയും കാലം പറയാതിരുന്ന് ഒരു മണ്ടത്തരായി നിനക്ക് തോന്നാം, പക്ഷേ ഇതുതന്നെയാണ് ശരിയെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് സ്നേഹത്തോടെ നിന്റെ അസ്ന. ആ ഡയറിയിൽ അവസാന വാക്ക് അത് അൻവറിൻ്റെ മനസ്സിൽ വല്ലാതെ പതിച്ചു. വായിച്ചു കഴിഞ്ഞ് ഡയറി തിരികെ ബാഗിൽ തന്നെ വെച്ച് ഉറങ്ങാൻ കിടന്നു. വീട്ടിൽ വെച്ചാൽ മറ്റാരുടെങ്കിലും കണ്ണിൽപ്പെട്ടാലോ? സമയം ഒരുപാടായിട്ട് അവൻ ഉറക്കം വന്നില്ല. എത്രയും പെട്ടെന്ന് അവളെ കാണാൻ മനസ്സ് കൊതിച്ചു. പക്ഷേ ഇനി പരീക്ഷയ്ക്ക് കാണാൻ കഴിയും. അതിന് ഇനിയും കുറച്ച് ദിവസം കൂടിയുണ്ട്. അത്ര ദിവസം കാത്തിരിക്കണം. ഓരോ ദിവസത്തിനും ഒരുപാട് ദൈർഘ്യം അവൻ അനുഭവപ്പെട്ടു. അവളെ കാണുമ്പോൾ ചോദിക്കേണ്ട കുറേ ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. എത്രയും വേഗം അവളെ കാണാൻ അവൻ്റെ മനസ്സ് വെമ്പിൽ കൊണ്ടു. അൻവറിൻ്റെ വീട്ടിൽ നിന്ന് കുറേ അകലെയാണ് അസ്നയുടെ വീട്. അതുകൊണ്ട് അവളെ കാണാൻ അവളുടെ വീടിൻ്റെ അടുത്തൂടെ പോവുക എന്നത് നിസ്സാര കാര്യമല്ല. പരീക്ഷ വരെ കാത്തിരിക്കുക, അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അവൻ്റെ മുമ്പിൽ. അവൻ ഓരോ ദിവസവും എണ്ണി കാത്തിരുന്നു. അങ്ങനെ അവർ കാത്തിരുന്ന ദിവസം വന്നു. നേരത്തെ തന്നെ സ്കൂളിലെത്തി അവൾ വരുന്നും കാത്തിരുന്നു. പക്ഷേ പരീക്ഷ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നെയാണ് അവൾ സ്കൂളിലെത്തിയത്. ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവൾ പരീക്ഷാ ഹാളിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ഒന്നും സംസാരിക്കാൻ സാധിച്ചില്ല. പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ സംസാരിക്കാം. അതിനായി അവൻ വേഗത്തിൽ എഴുതി തീർത്തു പരീക്ഷ കഴിഞ്ഞ് അവൻ അവളുടെ ഹാളിന് മുമ്പിൽ കാത്തിരുന്നു. അവൾ ഇറങ്ങി വന്നപ്പോൾ കൂട്ടുകാരികളും കൂടെയുണ്ട്. അവരുണ്ടാകുമ്പോൾ അവൻ സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം റഷീദിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ സംസാരിക്കുന്ന അവന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് കൂടുതൽ സംസാരിക്കാൻ അവന് സാധിക്കില്ലായിരുന്നു. ഇങ്ങനെ തന്നെയായിരുന്നു പരീക്ഷ കഴിയുന്നവരെയുള്ള അവസ്ഥ. പരസ്പരം കാണും, പുഞ്ചിരിക്കും, കണ്ണുകളിലൂടെ സംസാരിക്കും. പരസ്പരം കൂടുതലൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. വീട്ടിൽ വന്നാൽ അവളുടെ ഡയറി എടുത്ത് മറിച്ച് നോക്കും, അതിനോട് സംസാരിക്കും. പരീക്ഷ കഴിയുന്ന ദിവസം അവരൊന്നിച്ചാണ് ബസ് സ്റ്റോപ്പ് വരെ നടന്നത്. അസ്ന, എനിക്കിപ്പോഴും വിശ്വാസമായില്ല. നീ എന്ത് ഇതുവരെ പറഞ്ഞില്ല? അവൻ്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിച്ചവൾ. എനിക്ക് പറയാൻ തോന്നിയില്ല. നീ സംസാരിക്കാൻ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു. ഞാനെൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ ഇതെല്ലാം എനിക്ക് നഷ്ടാവുമെന്ന് ഞാൻ ഭയന്നു. പിന്നെ നിന്നെ ഇപ്പോൾ പറഞ്ഞ് അത് ഒരിക്കലെങ്കിലും എൻ്റെ ഇഷ്ടം നീ അറിയണം തോന്നി. ഇനി നിന്നോട് പറഞ്ഞില്ലെങ്കിൽ, നീ അറിഞ്ഞില്ലെങ്കിൽ അതൊരു നഷ്ടമാണ്. അങ്ങനെ സംഭവിക്കരുതെന്ന് കരുതി പറഞ്ഞതാ. എന്തായാലും അതിനുശേഷം ഞാൻ മനസ്സിലാക്കി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന്. എനിക്കത് മതി. അന്നർ എൻ്റെ ബസ് വരുന്നു, ഞാൻ പോട്ടെ. വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാൻ ശ്രമിക്കണം. ഞാനും കാത്തിരിക്കും. അവൾ ബസ്സിൽ കയറി അവനോടൊന്ന് പുഞ്ചിരിച്ച് കണ്ണുകൊണ്ട് യാത്ര ചോദിച്ചു. റഷീദിൻ്റെ കൂടെ ബൈക്കിൽ പോയി അവളുടെ വീടറിയാം. പക്ഷെ അവളൊന്ന് കാണണമെങ്കിൽ കുറേ ദൂരം പോകണം. വീട്ടിൽ വണ്ടിയില്ല. ബൈക്ക് ഓടിക്കാൻ അറിയാം. വാടകയ്ക്ക് ബൈക്ക് കിട്ടും. അതിനുവേണ്ടി വീട്ടിൽ നിന്നും കാശ് കിട്ടില്ലല്ലോ. ഇനി അവളെ കാണണമെങ്കിൽ കാശ് വേണം. അതിനെന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം. 3-4 ദിവസത്തെ അലച്ചിലിന് ശേഷം അവനൊരു ജോലി കിട്ടി. നാളെ മുതൽ ജോലിക്ക് വന്നോളാന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങി. ആവേശത്തോടെ അൻവർ ജോലിക്ക് പോകാൻ തുടങ്ങി. 1-2 ദിവസം ജോലി ചെയ്ത് കിട്ടുന്ന പണം അവന് ബൈക്ക് വാടകയ്ക്ക് എടുക്കാനും അതിന് പെട്രോൾ ഒഴിക്കാനും തികയില്ല. ഒരാഴ്ച പണിയെടുത്താൽ കാശും ആവും. ഞായറാഴ്ചയുള്ള ലീവിന് അവളെ കാണുകയും ചെയ്യാമെന്ന് അവൻ തീരുമാനിച്ചു. ചെറിയ കുട്ടിയായതുകൊണ്ട് ഭാരിച്ച ജോലിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കൂലിയും കുറവ്. സിമെൻറ്റ് കൂട്ടിക്കൊടുക്കുക, കല്ലെടുത്ത് കൊടുക്കുക തുടങ്ങി മറ്റുള്ള പണിക്കാരെ സഹായിക്കുക. എത്ര കഷ്ടപ്പാടുള്ള ജോലിയായാലും അത് ചെയ്യാൻ അൻവർ തയ്യാറായിരുന്നു. കാരണം അവളെ കാണാൻ അത്രമേൽ ആഗ്രഹിച്ചിരുന്നവൻ. ബൈക്ക് വാടക കൊടുക്കുന്ന ആളെ കണ്ട് നാളത്തേക്ക് ബൈക്കും ബുക്ക് ചെയ്താണ് അവൻ പണിസ്ഥലത്ത് എത്തിയത്. ഒത്തിരി ഉത്സാഹത്തോടെ അവൻ ജോലിയിൽ ഏർപ്പെട്ടു. മുകളിൽ നൽകുന്നവന് കല്ല് പൊക്കി കൊടുക്കുന്നതിനിടെ കല്ല് വഴുതി താഴെ വീണു. കല്ല് വീണത് താഴെ നിൽക്കുന്ന അൻവറിൻ്റെ തോളിലേക്ക്. അവൻ അവിടെ മറിഞ്ഞു വീണു. ആ വേദനയിൽ അവൻ്റെ ബോധം നഷ്ടപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ചേർന്ന് അവനടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. അവിടെയുള്ള ഡോക്ടർ എത്രയും പെട്ടെന്ന് നഗരത്തിലുള്ള ആശുപത്രിയിൽ എത്തിക്കാൻ പറഞ്ഞ് പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടു. നഗരത്തിലെ പേരുകേട്ട ആശുപത്രി ലക്ഷ്യമാക്കി ആംബുലൻസ് കുതിച്ചു. ആശുപത്രിയിലെത്തിയ ഉടനെ ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിപ്പിച്ചു അവനെ. അവൻ്റെ അവസ്ഥയിൽ നെഞ്ചു തകർന്ന ഉമ്മയും പെങ്ങളും മറ്റു ബന്ധുക്കളും തിയേറ്ററിൻ്റെ വാതിൽ തന്നെ കാത്തുനിന്നു. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഓപ്പറേഷൻ കഴിഞ്ഞുവെന്നും 1/2 മണിക്കൂറിന് ശേഷം ICUവിലേക്ക് മാറ്റുമെന്നും ഡോക്ടർ പറഞ്ഞു. ജനലിനിപ്പുറം നിന്ന് അവർ അൻവറിനെ കണ്ടു. ഇടത്തെ ഷോൾഡറിൽ പൊട്ടുണ്ട്. ആ കയ്യിൽ വേറെ 2 പൊട്ടും. പിന്നെ തലയിലും മുഖത്തും നെഞ്ചിലും കാലിലുമൊക്കെയായി വേറെയും മുറിവുകളുണ്ട്.
കൂടുതൽ വിശ്രമം വേണം. ഒരാഴ്ചയ്ക്ക് ശേഷം അവനെ റൂമിലേക്ക് മാറ്റാമെന്നും ഡോക്ടർ ബന്ധുക്കൾ അറിയിച്ചു. ഒരു മാസക്കാലത്ത് ആശുപത്രിവാസത്തിന് ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി. അൻവറിന്റെ വീട്ടിൽ വല്യമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്. അതുകൊണ്ട് രണ്ടുപേരെയും നോക്കാൻ പ്രയാസമാവുമെന്ന് പറഞ്ഞ് അവന്റെ അമ്മാമാരും ഉമ്മാന്റെ ഉമ്മയും കുറച്ചകലെയുള്ളവരുടെ വീട്ടിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ശരീരത്തിന്റെ വേദനയേക്കാൾ അവൾ ഇനി എങ്ങനെ കാണുമെന്ന വേദന അവനെ കൂടുതൽ തളർത്തി. ഒരു ദിവസം റഷീദ് അവനെ കാണാനായി വന്നു. അവനോട് വിശേഷങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ അസ്നയെക്കുറിച്ചും ചോദിച്ചു. അവൻ സ്കൂൾ കഴിഞ്ഞ് അവളെ കണ്ടിട്ടില്ല, കാണാൻ ശ്രമിച്ചിട്ടുമില്ല. വെക്കേഷണൽ ടൂറും ഇരുന്ന് പോലുമൊക്കെ നടന്നവൻ അസ്നയെ തന്നെ മറന്നിരുന്നു. +1 അഡ്മിഷൻ കിട്ടിയ സ്കൂളിൽ ഒരു സുന്ദരിക്കുട്ടിയുടെ പിറകെയാണെന്ന് റഷീദ് മനസ്സിലാക്കി. ഇനി എങ്ങനെ കാണും? ആകെയുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഇവിടെ അസ്തമിച്ചു. ഹോസ്പിറ്റലും വീട്ടിലുമായി 6 മാസം കഴിഞ്ഞു. അപ്പോഴേക്ക് അവനൊരു പ്രവാസിയാക്കാനുള്ള ഒരുക്കങ്ങൾ എല്ലാവരും കൂടി നടത്തുന്നുണ്ടായിരുന്നു. ഒരു പ്രവാസിയുടെ മകനായതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ അവർക്ക് മറിച്ചൊന്നും ചിന്തിക്കാനും ഉണ്ടായിരുന്നില്ല. ഉപ്പ അവരുടെ കമ്പനിയിൽ തന്നെ അവനൊരു ജോലി ശരിയാക്കിയിരുന്നു. അസ്നയെ കാണുക എന്ന മോഹം ഉള്ളിലൊതുക്കി അവൻ വിമാനം കയറി. അസ്ന തനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അവൻ കാലങ്ങൾ തീർത്തു. 4 വർഷത്തെ പ്രവാസ ജീവിതം കൊണ്ട് പെങ്ങളുടെ കല്യാണം, സ്വന്തമായൊരു വീട് എന്നീ മോഹങ്ങൾ അവൻ സാക്ഷാത്കരിച്ചിരുന്നു. ഇനി അവശേഷിക്കുന്ന മോഹം അസ്നയാണ്. അസ്നയെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്നും അവളെ കാണാനും വിശേഷങ്ങൾ അറിയാനുള്ള അവൻ്റെ മനസ്സിൻ്റെ വെമ്പൽ എത്രയാണെന്നതിന് അവൻ്റെ തലയിണയും ബാത്റൂമിലെ ചുമരുകളും മൂകസാക്ഷികളാണ്. ഒരു ദിവസം ഉമ്മ വിളിച്ചപ്പോൾ ചോദിച്ചു, മോനെ എന്നെ കാണാൻ കൊതിയാവുന്നടാ, ഈ വരിലെ എത്രയും വേഗം. അപ്പോഴേക്കും ഉമ്മ എനിക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടുവെക്കട്ടെ എന്നും. ഈ അവസരത്തിൽ അവൻ അവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ഉമ്മയെ അറിയിച്ചു. അവരവിടെ പോയി പെണ്ണ് ചോദിക്കാമെന്നും സമ്മതിച്ചു. നാട്ടിലേക്കുള്ള യാത്രയും അസ്നയോടൊപ്പമുള്ള ജീവിതം അൻവർ സ്വപ്നം കാണാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ അസ്നയുടെ വീട്ടിൽ പോയെന്നും അവരെന്തും മറുപടി പറഞ്ഞു എന്ന് അന്വേഷിക്കാൻ അവൻ മറന്നില്ല. നീ വന്നിട്ട് നമുക്ക് നടത്താമെന്നായിരുന്നു ഉമ്മയുടെ മറുപടി. മനസ്സു നിറഞ്ഞ സന്തോഷത്തോടെ അവൻ മടക്കയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ തുടങ്ങി. കാക്ക കൂടുകൂട്ടുന്ന പോലെ ഓരോ സാധനങ്ങൾ വാങ്ങി. കൂട്ടത്തിൽ അസ്നയ്ക്ക് ഒരു സമ്മാനവും. നാട്ടിലെത്തി ഏറ്റവും അടുത്ത ദിവസം തന്നെ വീട്ടുകാരെയും കൂട്ടി അസ്നയെ പെണ്ണ് കാണാൻ പോകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ആ മോഹവും മനസ്സിലേറ്റി അൻവർ നാട്ടിലേക്ക് പുറപ്പെട്ടു. നാട്ടിലെത്തിയ ഉടനെ അൻവർ അന്വേഷിച്ച അസ്നയായിരുന്നു. നമുക്ക് പോകാൻ ചോദിക്കാമെന്ന് അവരുടെ സ്ഥിരം മറുപടി അവനെ തൃപ്തനാക്കിയില്ല. അവർക്കാർക്കും അവൻ്റെ ആഗ്രഹത്തോട് താല്പര്യമില്ലാത്ത പോലെ അവൻ അനുഭവപ്പെട്ടു. തൻ്റെ ആഗ്രഹത്തിനായി ഉപ്പയോട് സമ്മർദ്ദം ചെലുത്താൻ പെങ്ങളുടെ സഹായം തേടി. അവസാനം അവൾക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ലെന്നായപ്പോൾ അവനോട് ഇത്രയും ദിവസം മറച്ചു വെച്ച ആ സത്യം അവൾ പറഞ്ഞു. ഇക്ക, ഇനി നിങ്ങൾ അവളെ കാത്തിരിക്കേണ്ട, നമുക്ക് വേറെ അന്വേഷിക്കാം. അതെന്താ മോള് ഇപ്പം ഇങ്ങനെ? എന്നോട് ഉമ്മ വാക്ക് പറഞ്ഞാണല്ലോ. അതൊക്കെ ശരിയാ, എല്ലാവരെയും ഉമ്മ സമ്മതിപ്പിക്കുകയും ചെയ്തതാണ്. പിന്നെ അൻവർ ഇടയ്ക്കേറി സംസാരിച്ചു. ഉമ്മ ഇക്കയോട് പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ ഉമ്മ എല്ലാവരുടെയും സമ്മതം വാങ്ങി. അമ്മാമാരെ സമ്മതിച്ചില്ലെങ്കിലും ഉമ്മയുടെ കണ്ണീരിൻ്റെ മുമ്പിൽ അവരും തോറ്റുകൊടുത്തു. ഉമ്മയും ഉപ്പയും കൂടി ഒരു അസ്നയുടെ വീട് അന്വേഷിച്ചു പോയി. അവരുടെ മുറ്റത്ത് പന്തിൽ കണ്ട് അവർക്ക് സംശയം തോന്നിയെങ്കിലും അവരവിടെ പോയി അസ്നയെ കണ്ടു. കല്യാണ തലേന്ന് അണിഞ്ഞൊരുങ്ങി മൈലാഞ്ചിരുന്ന സുന്ദരിയെ കണ്ട് അവർ മടങ്ങി. അവളോട് സംസാരിക്കുകയും ചെയ്തു. അവൾ പഠിക്കണമെന്ന് പറഞ്ഞ് ഇക്കാക്ക് വേണ്ടി 5 വർഷം കാത്തിരിക്കുകയായിരുന്നു. ഒരിക്കൽ പോലും ഇക്ക അവൾ അന്വേഷിക്കുകയോ കത്തയക്കുകയോ ചെയ്തില്ലെങ്കിലും അവളെ സ്വന്തമാക്കാൻ ചെല്ലുമെന്ന പ്രതീക്ഷയിൽ. 1 വർഷം മുന്നേ അവളുടെ ഉപ്പ മരിച്ചു. പിന്നെ അമ്മാമാരുടെ നിർബന്ധത്തിന് മുമ്പിൽ അവൾക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നവൾ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ഉമ്മ മറുപടിയൊന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. അല്ല, എന്തു പറയാൻ? ഇക്ക് ഈ കാര്യം 1-2 മാസം മുന്നേ എന്നോടെങ്കിലും പറഞ്ഞെങ്കിൽ ഇക്കാക്ക് അവളെ നഷ്ടപ്പെടില്ലായിരുന്നു. പെങ്ങൾ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും അൻവറിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. തൻ്റെ ഇഷ്ടം എന്നേക്കുമായി മനസ്സിൽ കുഴിച്ചു മൂടണമെന്ന സത്യം അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ഇത്രയും കാലം അവളെ സ്നേഹിച്ചത് മനസ്സിൽ തന്നെയല്ലേ? അവൾ അവിടെ തന്നെ ഉണ്ടാവും, ഒരു ചെറുനൊമ്പരമായി. ഇനിയും അവൾ അവിടെ തന്നെ ജീവിക്കട്ടെ. ഇക്ക, പെങ്ങളുടെ വിളി അവനെ ചിന്തയിൽ നിന്നുണർത്തി. ഇക്ക, നിങ്ങൾ സങ്കടപ്പെടല്ലേ? എൻ്റെ ഇക്കാക്ക് അവൾ വിധിച്ചിട്ടില്ല. നമുക്ക് അവളേക്കാൾ നല്ലൊരു മൊഞ്ചെത്തിയെ നോക്കാം. പിന്നെ ഇക്ക, കല്യാണം കഴിഞ്ഞ് അവളെയും കൂടെ കൊണ്ടുവന്നാ കേട്ടത്. ഇക്ക വന്ന അന്ന് തന്നെയാണ് അവൾ പോകുന്നത്. മാക്ക് നല്ല പേടിയുണ്ടായിരുന്നു. വന്നിറങ്ങിയ പാടങ്ങൾ അവളെ കണ്ടാലുള്ള സന്തോഷം പോയാലോ എന്ന്. എന്തായാലും ഉമ്മാൻ്റെ ആ പ്രാർത്ഥന അള്ളാഹു കേട്ടു. വിമാനത്താവളത്തിന് പുറത്തുനിന്ന് വണ്ടിയിൽ കയറിയപ്പോൾ അടുത്ത വണ്ടിയിൽ നിന്ന് അവളെപ്പോലെ ഒരാൾ ഇറങ്ങിപ്പോയത് അവൻ കണ്ടിരുന്നു. പക്ഷെ അവളവിടെ പ്രതീക്ഷിച്ചതല്ലല്ലോ. മനസ്സിൽ അവളായതുകൊണ്ട് തോന്നിയതാവുമെന്ന് കരുതി അന്ന് അവൻ വണ്ടിയിൽ കയറിയത്. പെങ്ങളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൻ ഉറപ്പിച്ചു അത് അവളെ തന്നെ ആയിരുന്നു എന്ന്. യാ അൻവർ, യാ ഹബീബ്, എന്താ മൗജൂദ് ഫിൽ സയ്യാറ? ഖലാസ് മഗള ഇസ്തിരി. കാറിന്റെ ഗ്ലാസ്സിൽ തട്ടിയുള്ള അറബിയുടെ വിളി അൻവറിനെ ചിന്തയിൽ നിന്നുണർത്തി. അൻവർ അറബിയെയും കൊണ്ട് അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങി. കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെയും മക്കളുടെയും കൂടെ സന്തോഷ ജീവിതം നയിക്കുന്നതിനിടെ ഇന്ന് രാവിലെ അസ്നയെ സ്വപ്നം കണ്ടു. മനസ്സിൻ്റെ ഉള്ളിൽ ഇന്നും ഒരു തേങ്ങലായ അസ്നയുണ്ട് എന്ന് അവനെ ഓർമ്മിപ്പിക്കാനാവും ഈ സ്വപ്നം. ഈ സ്വപ്നമില്ലെങ്കിലും അൻവറിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവളുണ്ട്.
ഒരിക്കൽ കൂടി അവളെ ഒന്ന് കാണണം, സംസാരിക്കണം. അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നതെന്നറിയണം. അറബിയെയും കൊണ്ട് പലയിടത്തും പോകുമ്പോൾ എവിടെയെങ്കിലും അവളുണ്ടോ എന്ന് അൻവറിൻ്റെ കണ്ണുകൾ അവളെ തിരയാറുണ്ട്. ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ അൻവർ അസ്നയുടെ ഫേസ്ബുക്ക് ഐഡി കണ്ടുപിടിച്ചു. അവൾക്ക് റിക്വസ്റ്റ് അയച്ച് അവൻ കാത്തിരിക്കുന്നു, അവളോട് സംസാരിക്കാനുള്ള ഒരു മാർഗമായി എന്ന പ്രതീക്ഷയിൽ. ചില പ്രണയങ്ങളൊക്കെ ഇങ്ങനെയാണല്ലേ, ഒരുമിക്കാതെ പോകുന്ന ഒരു പിടി പ്രണയങ്ങൾ. അതിലേക്ക് ഇവരുടെ പ്രണയം കൂടി.